വചനമൊഴി മാർച്ച് 27. വചനഭാഗം റോമ 11:1-10, യോഹന്നാന്റെ സുവിശേഷം 7:1-13. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഇതിനുശേഷം ഈശോ ഗലീലയായിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. യഹൂദർ അവനെ വധിക്കാൻ അവസരം പാർത്തിരുന്നതിനാൽ യൂദയായിൽ സഞ്ചരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു. അതുകൊണ്ട് അവന്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവൃത്തികൾ നിന്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂദയായിലേക്ക് പോകുക. പരസ്യമായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല. നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ തന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക. അവന്റെ സഹോദരന്മാർ പോലും അവനിൽ വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ ഈശോ അവരോട് പറഞ്ഞു, എന്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ. ലോകത്തിന് നിങ്ങളെ വെറുക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അതെന്നെ വെറുക്കുന്നു. നിങ്ങൾ തിരുനാളിന് പൊയ്ക്കൊള്ളുവിൻ, ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല. എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല. ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലയായിൽ തന്നെ താമസിച്ചു. എന്നാൽ അവന്റെ സഹോദരന്മാർ തിരുനാളിന് പോയ ശേഷം അവനും പോയി, പരസ്യമായല്ല രഹസ്യമായി. അവനെവിടെയെന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ആളുകൾക്കിടയിൽ അവനെ പറ്റി പല രഹസ്യം പറച്ചിലും ഉണ്ടായി. അവനൊരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു. അല്ല, അവൻ ജനങ്ങളെ വഴിപഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലരും. എങ്കിലും യഹൂദരോടുള്ള ഭയനിമിത്തം ആരും അവനെപ്പറ്റി പരസ്യമായി സംസാരിച്ചില്ല. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാന രഹസ്യങ്ങൾ നടന്നത് പെസഹ തിരുനാളിനോടനുബന്ധിച്ചായിരുന്നു. ആ പെസഹ തിരുനാളിന് മുൻപുണ്ടായിരുന്ന കൂടാര തിരുനാളിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുമുള്ളതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈശോ തിരുനാളിന് പോകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാനിപ്പോൾ പോകുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് അവിടുന്ന് പോയി. അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വിവേകത്തോടുകൂടി പെരുമാറുന്നതാണ് നമ്മൾ കാണുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കുവാനുള്ളത്. ഒന്ന്, ഈശോ താൻ ബോധപൂർവം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടി സമയമാകുന്നതുവരെയും അവിടുന്ന് കാത്തിരിക്കുകയാണ്. സമയത്തിൻ്റെ പൂർണ്ണതയിൽ അവിടുന്ന് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് തൻ്റെ മരണം എന്ന കാര്യം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശോ സമയത്തിൻ്റെ പൂർണ്ണത വരെയും കാത്തു നിൽക്കുന്നത്. രണ്ടാമതൊരു കാര്യം തിരുവചനം പഠിപ്പിക്കുന്നത്, അരക്ഷിതാവസ്ഥയിൽ എന്തെങ്കിലും പറഞ്ഞ് അരക്ഷിതാവസ്ഥ കൂട്ടുന്നതിനേക്കാൾ വിവേകത്തോടെ സംസാരിക്കുന്നതാണ്. തന്നെ വധിക്കാൻ യഹൂദന്മാർ കാത്തിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യൂദയായിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടാതെ ഒതുങ്ങി നിൽക്കുന്ന ഈശോ തൻ്റെ മരണം ദൈവിക പദ്ധതി അനുസരിച്ച് താൻ സ്വന്തമായി ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് എന്ന്, യഹൂദന്മാർ തങ്ങൾക്കുള്ള വിരോധം തീർക്കുവാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോയി ക്രൂശിക്കുന്നതല്ല ഈശോയെ എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഈ സംഭവത്തിലൂടെ. അതോടൊപ്പം തന്നെ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിവേകത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നത്. പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരും സർപ്പത്തെപ്പോലെ വിവേകികളുമായി വർത്തിക്കുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.